ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വെളുക്കുന്നുണ്ടവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കും. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും, മരയുണ്ട് മരപ്പെട്ടി എന്ത് പറഞ്ഞാലും, എന്ത് നെഗറ്റീവ് പറഞ്ഞാലും അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇനി ഇല്ല. ഇറങ്ങിയിട്ട് കമന്റ് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ചാറ്റ് ഹിസ്റ്ററി ഞാനിത് പബ്ലിഷ് ചെയ്യണമെന്ന് വെച്ചതാണ്. എന്നാലും ഇരിക്കട്ടെ, തൽക്കാലം ഞാൻ പറഞ്ഞില്ലേ എൻഡിങ് പോയിന്റ് ആണ്. ഇനി ഇതിന്റെ മേളിൽ എന്നെ തല്ലാനും കൊല്ലാനുമായിട്ട് വന്ന് കയറരുത്. എന്റെ കയ്യിലുള്ള എവിഡൻസ് ആണ് വെച്ചത്. പലരും ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടംപോലെ തുണിയില്ലാത്ത സാധനങ്ങൾ അവൾ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് അവർ ദേഷ്യപ്പെട്ടിട്ടില്ലേ, ഞാൻ കഷ്ടപ്പെട്ട് സബ്സ്ക്രിപ്ഷൻ തുറന്ന് അതിനകത്ത് കൂടെ ഇടുന്ന സാധനം നീയൊക്കെ എടുത്ത് പുറത്തിരുന്ന എന്തിനാടാ എന്ന് ചോദിച്ചത് കേട്ടില്ലേ? അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെ, നിനക്ക് ഇഷ്ടമുള്ള നീ പറഞ്ഞോ, എനിക്കൊരു പിണ്ണാക്കുമില്ല, ഞാൻ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്ന് പറയുന്നത് എനിക്ക് തിരുത്താൻ ഒക്കത്തില്ല. ഇതിനകത്ത് എന്താണ് പറയണത്? ആള് UK യിലാണ്, നാട്ടിലെത്തുമ്പോ കാണാൻ താല്പര്യമുണ്ട്. അതിന്റെ റേറ്റ് എത്രയാണ്? പേര് പോലെ തന്നെ വെടിയായി. ഇവൻ ഇത്രയും വലിയ ആളായ. അപ്പൊ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആരാ? കരിസ്മയാ. ആരാ ഇപ്പൊ കരിസ്മ? മാനേജരാ. ഒരു വലിയ സംഭവം അല്ലേ? നോക്കത്തില്ല, ഒരാൾ ശരീരം വിൽക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു, ഇതുപോലെ കടത്താൻ ഇറങ്ങിത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവരൊന്നും ചെയ്യാനൊക്കത്തില്ല. വരും ദിവസങ്ങളിൽ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ പിച്ചി മാന്തി അള്ളി കീറി വാലിച്ചങ്ങ് ഒട്ടിച്ചു വെക്കും എന്നുള്ളത് ഒരു ഇൻഫോർമേഷനോടുകൂടി ഇത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ്. തൽക്കാലം ഇത്രയും മതി.